സംസാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ തീരുമാനിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ ഇഞ്ചറി വന്നത്. പക്ഷെ എനിക്ക് ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു സങ്കടവും അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ഇവിടെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള പേടിയും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ടെവർ, ഞാൻ തുടങ്ങിയല്ലോ ഞാനത് കംപ്ലീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് ഡിഡ് ദാറ്റ്. ഞങ്ങൾ ഡയറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല വേറെ ഒന്നും ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആക്ച്വലി ഈ നോട്ടീസ് ബോർഡിൽ അവരൊരു ഇത് ഇടും, 30 days നോട്ടീസ് ഉണ്ട്, 30 days ഒരു നോട്ടീസ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പിക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഒരു നോട്ടീസ് ഒരു ഫോർമാലിറ്റി ഉണ്ട്. അപ്പൊ ആ സാധനം ആദ്യം തന്നെ ലീക്ക്, ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സംഭവം എവിടെ നിന്നൊക്കെയോ വന്ന് ലീക്കായപ്പോൾ കുറെ ആൾക്കാർ വിചാരിച്ചു പ്രൊജക്ടിന്റെ ആണെന്ന്, കുറെ ആൾക്കാർ വിചാരിച്ചു പക്ഷെ ഒറിജിനൽ പേരും ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഡൗട്ടായി, എന്താണെന്ന് അറിയണില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ കുറെ ഡിലേ ആക്കിയിട്ട് എല്ലാം പോയി. അതുകൊണ്ടാണ് ഇത് അനൗൺസ് ചെയ്ത് ഞങ്ങൾ പിന്നെ ആ ക്യാപ്ഷൻ സെറ്റ് ആക്കിയിട്ട് ഇട്ടിട്ട് പോലും ഇപ്പോഴും ഐ തിങ്ക് ഇന്നിട്ട പിക്ചറിന് പോലും ഇപ്പോഴും വരുന്നുണ്ട് ആ കമന്റ്, സത്യം പറ നിങ്ങൾ ചെയ്ത്. കാരണം ഞങ്ങളോട് ലൈവ് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ചുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ലൈവ് വീഡിയോ ലൈവ്, അപ്പൊ ഞങ്ങൾ ഇതുവരെ ലൈവും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പിയർ ചെയ്യുന്നത്, പബ്ലിക് അപ്പിയറൻസ്, ഐ മീൻ ഒഫീഷ്യലായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഇപ്പോഴും എല്ലാവരും ചോദിക്കണത് കഴിഞ്ഞില്ലേ, പ്രൊജക്റ്റ് ആണോ, എന്തെങ്കിലും സീരിയലാണോ, ഷോർട്ട് മൂവി ആണോ, വേറെ എന്തെങ്കിലും ആണോ. ഇപ്പോഴും ഒരു 1 or 2% ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഗോയിങ് ഓൺ വിത്ത് ഇറ്റ്. എനിക്ക് മേഘയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്, എങ്ങനെ ആ ധൈര്യം കിട്ടി, പ്രപ്പോസ് ചെയ്യാനുള്ള ധൈര്യം, അതും അല്ലാണ്ട് 2.5 വർഷം വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയൊക്കെ എവിടെ നിന്ന് കിട്ടി? ശരിയാണ്, എനിക്ക് എന്നെയും വിശ്വസിച്ച് എങ്ങനെ നീ നമ്മുടെ ബെസ്റ്റിയുടെ കാലഘട്ടമാണ്, ഒന്ന് പോയാൽ ഒന്നിന് പുറകെ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടി 2.5 വർഷം, അതും യെസ് ആണോ നോ ആണോ ഒന്നും അറിയാൻ പാടില്ല, ഓൾറെഡി റിജക്ട് ചെയ്തു ഒരാൾക്ക് വേണ്ടി, എങ്ങനെയാണ് ഈ 2 കൊല്ലം കാത്തിരിക്കാൻ പറ്റിയത്? എനിക്ക് അതാണ് അറിയേണ്ടത്. അല്ലേ, നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാവർക്കും അറിയണം, ഭയങ്കര അത് എൻ്റെ ഒരു point of view, if your love is true, it will come and find you. കയ്യിൽ വരും. എനിക്കൊരു hope ഉണ്ടായിരുന്നു. So I trusted and believed in my love, waited for him. അങ്ങനെ അങ്ങ് വളച്ചെടുത്തു. പക്ഷേ പ്രൊജക്ട് ഫുൾ ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഹോപ്പ് കോപ്പായെന്നുള്ളത് അങ്ങനെയല്ല. ഐ ന്യൂ മൺഡേ യെസ് പറയും എന്നൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് അത്രമാത്രം ഐ ലവ് ഹിം ആൻഡ് ഐ ബിലീവ് ഇൻ മൈ ലവ്. അങ്ങനെ പറഞ്ഞ് പിന്നെ ധൈര്യം, ഞാൻ പറഞ്ഞില്ല പ്രപ്പോസ് ചെയ്ത സമയത്ത് എനിക്കിത് ആ ഒരു മൊമെന്റ് വരെ ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആയിരുന്നു. ലൈക്ക് എന്ത് ക്യാമറ മുന്നിൽ ഇരുന്ന് അഭിനയിക്കുന്ന ആൾക്ക് ഫ്രണ്ടിൽ നിന്ന് പറയാൻ എന്ത് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പാച്ചു ഒരു കാര്യം മേക്ക് ഷോട്ട് ലച്ചു ഷോട്ടിന് പോവും വരും. അപ്പോൾ എന്ത് കാര്യം അത് പിന്നെ എനിക്ക് ലച്ചു അടുത്ത ഷോട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ലാസ്റ്റ് പാച്ചു എനിക്ക് ഐ റിയലി ലവ് യു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞ് തുടങ്ങി അടുത്ത ലെക്ചർ. ശരിക്കും ബട്ട് ടു ബി ഫ്രാങ്ക്, എനിക്ക് ആ ഇഷ്ടം പറഞ്ഞ മൊമെന്റ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഐ മീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഹെർ ബർത്ത്ഡേ, ഇറ്റ് വാസ് ഓൺ മൈ ബർത്ത്ഡേ. July 8. July 8, 2021 ആണ് പറഞ്ഞത് അല്ലേ? 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 കഴിഞ്ഞു, 25 ആയി. 22 എനിക്ക് നമ്പേഴ്സ് ഭയങ്കര 21 or 2. I think 22. അപ്പോൾ അത് പറഞ്ഞ ഒരു the way she expressed it, I really loved it. ഞാൻ ആ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇത്രയും പ്രിപ്പറേഷൻ അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നുള്ളത് അന്ന് അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. തലേദിവസം പോലും എനിക്ക് തലേദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. സോ മേക്കപ്പ് ഒക്കെ റൂമിൽ നിന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്ന സമയത്തും ഐ വാസ് പ്രാക്ടീസിങ് ഓൾ ദീസ് തിങ്സ്. ഓക്കെ നാളെ ഐ ഹാവ് ടു ഗോ ഡു ദിസ് ദാറ്റ്. അപ്പോൾ അങ്ങനെ ബെഡിലിരിക്കുമ്പോൾ നേരെ വന്ന് കൈ പിടിച്ച് ഇത് പറഞ്ഞായിരുന്നു ഈ സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ ഡയലോഗ് ഞാൻ വായിച്ചില്ല, ഞാൻ ചെയ്ത സ്ക്രിപ്റ്റ് എന്തോ മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ആ സമയത്ത് വിചാരിക്കുമല്ലോ ഇത് ഡയലോഗ് ലച്ചു സഞ്ജുവിനോട് ഇങ്ങനെ പറയില്ലല്ലോ, ഇത് ലച്ചു സഞ്ജു അല്ല, ഇത് മേഘ സൽമാനോടാണെന്നുള്ളത് പിന്നെയാണ് ഇവിടം വരെ എത്തി. ഫസ്റ്റ് സൽമാനെ കണ്ടപ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ എന്തായിരുന്നു? ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ലൈക്ക് ഫസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഹീറോ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ വീട് ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പം എന്നാലും ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു, പക്ഷെ അതിന് എന്താണ് വലിയ നോട്ട് ചെയ്തില്ല, കാരണം കുറേ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. പക്ഷേ ഷൂട്ട് കഴിഞ്ഞിട്ട് ഐ വാസ് സിറ്റിംഗ് ഹിയർ, ഹി വാസ് സിറ്റിംഗ് ദാർ.
അപ്പം കാലുമേ കാലൊക്കെ വെച്ച് ഒരു ഫോൾഡ് ഫോൺ ഉണ്ട്, അതിനകത്ത് ക്രിക്കറ്റും കണ്ടുകൊണ്ട് ആരോടും മിണ്ടാതെ ഫുൾ നോക്കിക്കൊണ്ടിരിക്കുക, ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഓ എന്തൊരു ജാഡ്, ഇതിനെങ്ങാനും സെലക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. മനസ്സിലായില്ലേ, ഭാഗ്യം ഫോൾഡ് തുറന്നിട്ടാണെങ്കിലും വരും. അതാണ് ക്രിക്കറ്റ് കളി കൊണ്ടോണ്ടും വരും. ആ പിന്നെ ആണെങ്കിൽ പതിയെ പതിയെ പ്രൊമോ ഷൂട്ടിനൊക്കെ കണ്ടു, നല്ല ലുക്കുള്ള ചെക്കനാണല്ലോ എന്നൊക്കെയായി. ലുക്ക് ദാറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ഇത്. പിന്നെ എനിക്ക് പാച്ചുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചളിയടി, ഈ കോമഡി. ഇത് തങ്ങൾ 2 മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ 2 പേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ 2 വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. വിവാഹ സമയത്ത് ആരാണ് ഈ വിളിക്കാതെ വന്നത് എന്ന് നോക്കിയപ്പോഴാണ് മേഘയുടെ അച്ഛനാണെന്ന് മനസ്സിലായത്. അവളെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തി, അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് മേഘയെ ഏൽപ്പിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ സൽമാനോട് പറഞ്ഞത്. തന്റെ വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സൽമാൻ പറയുന്നു. എന്നാൽ പിന്നീട് തന്റെ അമ്മ വിളിച്ച് സംസാരിച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെല്ലാം മാറ്റം വരുമെന്നും കോൺഫിഡൻസോടെ ഇരുവരും പറയുന്നുണ്ട്.